ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്പോക്കൺ വോളിയംസ്. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന നോവലാണ്. ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമായാണ് ഈ കഥ ബഷീർ പറയുന്നത്. ഒരു സാധാരണ പാചക തൊഴിലാളിക്ക് ഒരു ദിവസം മൂക്കിന് നീളം വെക്കുന്നതും അതിനെ തുടർന്ന് ഉണ്ടാകുന്ന സംഭവ പരമ്പരകളുമാണ് ഈ കഥയുടെ ഇതിവൃത്തം. മൂക്ക് എന്ന വിഷയത്തിലൂടെ സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ ഹാസ്യാത്മകമായി നോക്കിക്കാണുകയാണ് ബഷീർ ഈ കഥയിലൂടെ. അപ്പോൾ നമുക്ക് നേരെ നോവലിലേക്ക് കടക്കാം. സമൂഹത്തിൽ വളരെ പ്രശസ്തിയൊന്നുമില്ലാത്ത സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു കുശിനി പണിക്കാരനാണ്, അതായത് ഒരു പാചക തൊഴിലാളിയാണ്. അങ്ങനെ പറയത്തക്ക ബുദ്ധി വൈഭവമൊന്നും അയാൾക്കില്ല. അടുക്കളയാണ് അയാളുടെ ലോകം. അതിന് വെളിയിലുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും അയാൾക്ക് ഒരു ശ്രദ്ധയുമില്ല. നല്ലപോലെ ഉണ്ണുക, ഉറങ്ങുക, മൂക്കിപ്പൊടി വലിക്കുക, പാചകം ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് അയാളുടെ ദിനചര്യ. ഇതേത് വർഷം ഏത് മാസം അതുപോലും അയാൾക്ക് അറിഞ്ഞുകൂടാ. അയാളുടെ ശമ്പളം വാങ്ങേണ്ട സമയമാകുമ്പോൾ അയാളുടെ അമ്മ വന്ന് ശമ്പളം വാങ്ങിച്ചു കൊണ്ട് പോകും. ഇനി അയാൾക്ക് മൂക്കിപ്പൊടി വാങ്ങണമെന്ന് തോന്നിയാലും അമ്മ തന്നെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ സുഖമായി സംതൃപ്തിയോടെ ജീവിച്ചു പോകുന്ന കാലത്താണ് അദ്ദേഹത്തിന് 24 വയസ്സ് തികയുന്നത്. ആ സമയത്ത് ഒരു അത്ഭുതം സംഭവിക്കുന്നു. അയാളുടെ മൂക്കിന് നീളം വെച്ച് വരികയാണ്. അത് വായും കഴിഞ്ഞ് താടി വരെ നീണ്ടു കിടക്കുന്നു. അങ്ങനെ വളരുന്ന മൂക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും പിന്നെയും വളർന്നു വന്നുകൊണ്ടേയിരുന്നു. ആരും കാണാതെ ഒളിച്ചു വെക്കാമെന്ന് വെച്ചാൽ അതിന് പറ്റുന്ന അവസ്ഥയല്ല. ഇപ്പോൾ മൂക്കിന്റെ നീളം അയാളുടെ പൊക്കിൾ വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റ് പ്രശ്നമൊന്നുമില്ല. പഴയതുപോലെ തന്നെ ശ്വാസമെടുക്കാൻ സാധിക്കും, പൊടി വലിക്കാൻ സാധിക്കും, വാസനകളെല്ലാം തിരിച്ചറിയാനും സാധിക്കും. പക്ഷേ ഈ മൂക്ക് കാരണം അയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ട ഈ ജോലിക്കാരനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു സംഘടനകളും മനുഷ്യസ്നേഹികളെന്ന് അവകാശപ്പെടുന്നവരാരും മുന്നോട്ട് വന്നില്ല. ഒരു മൂക്കിന്റെ പേരിൽ ആ പാവപ്പെട്ടവന്റെ ജോലി നഷ്ടമായി. ഈ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ മൂക്ക് കാരണം അയാൾ ജോലിയിൽ വീഴ്ച വരുത്തിയത് കൊണ്ടൊന്നുമല്ല. പകരം ഇയാളെ കാണാൻ, ഇയാളുടെ മൂക്ക് കാണാൻ രാപ്പകൽ മനുഷ്യന്മാർ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു. ഫോട്ടോ എടുക്കുന്നവർ, ഇന്റർവ്യൂ എടുക്കുന്നവർ, അതുപോലെ റേഡിയോക്കാർ, സിനിമാക്കാർ, ടെലിവിഷൻകാർ, മറ്റ് ന്യൂസ് റിപ്പോർട്ടേഴ്സ്, ഇങ്ങനെ ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ ജോലിയുടെ ഉടമസ്ഥർക്ക് ഇയാൾ വല്ലാത്ത ഒരു ശല്യമായി തുടങ്ങി. ഇയാളെ കാണാൻ എന്ന് പറഞ്ഞു വന്നവർ ഇയാൾ ജോലിക്ക് നിൽക്കുന്ന ആ വീട്ടിൽ നിന്നും പല സാധനങ്ങളും കളവ് ചെയ്തു പോവുക വരെ ചെയ്തു. ഇങ്ങനെ ജോലിയൊന്നുമില്ലാതെ അയാളുടെ ആ ചെറിയ കുടിലിൽ പട്ടിണി കിടക്കുന്ന ആ സമയത്ത് അയാൾക്ക് ഒരു കാര്യം നന്നായി ബോധ്യം വരുന്നു. അയാളും അയാളുടെ മൂക്കും ആ പ്രദേശത്ത് വളരെയധികം പ്രശസ്തി നേടിക്കഴിഞ്ഞിരിക്കുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് പോലും അയാളുടെ മൂക്ക് കാണാനായി ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അയാളുടെ മൂക്കിന്റെ ഫോട്ടോ എടുക്കുന്നു, മൂക്കിൽ തൊട്ടു നോക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവരാരും നിങ്ങൾ ആഹാരമൊന്നും കഴിച്ചില്ലേ, നിങ്ങൾക്ക് എന്താണ് ഇത്ര ക്ഷീണം എന്നൊന്നും ചോദിക്കാൻ മുതിർന്നില്ല. ഒരു വലിക്ക് പൊടി വാങ്ങാൻ പോലും അയാളുടെ കയ്യിൽ ചില്ലിക്കാശില്ല. അയാളെന്താ പട്ടിണിക്കിട്ട് കാഴ്ച മൃഗമാണോ? മണ്ടനാണെങ്കിലും ഒരു മനുഷ്യനല്ലേ? ഒടുവിൽ അയാൾ അയാളുടെ അമ്മയോട് പറയുകയാണ് ഇവരെല്ലാം പുറത്താക്കി വാതിലടയ്ക്കാൻ. അയാളുടെ അമ്മയാകട്ടെ ഇതൊരു നല്ല സൂത്രമായി കണ്ടു. അയാളെ എങ്ങനെയെങ്കിലും കാണാനായി ഈ വരുന്നവർ അയാളുടെ അമ്മയ്ക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് മകന്റെ മൂക്ക് കാണാനായി തുടങ്ങി. ചില നീതിമാന്മാരായ ബുദ്ധിജീവികളും ദാർശനികരും ഈ കൈക്കൂലി കൊടുക്കുന്നതിനെതിരായിട്ട് ശബ്ദമുയർത്തി തുടങ്ങി. പക്ഷേ ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് യാതൊരു നടപടിയും എടുത്തില്ല. ഗവൺമെന്റിന്റെ ഈ കൊടിയ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് പരാതിക്കാരിൽ പലരും ഗവൺമെന്റിനെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ഇതിനിടയിൽ നമ്മുടെ മൂക്കൻ അവന്റെ വരുമാനം ദിനം പ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്തിനധികം പറയുന്നു, അക്ഷരശൂന്യനായ ആ കുശിനി പണിക്കാരൻ 6 കൊല്ലം കൊണ്ട് ലക്ഷപ്രഭുവായി മാറി. ഇത്ര പ്രശസ്തി നേടിയ അദ്ദേഹം ഇതിനിടയ്ക്ക് 3 പ്രാവശ്യം സിനിമയിൽ അഭിനയിച്ചു. ദി ഹ്യൂമൻ സബ്മറൈൻ എന്ന ടെക്നിക്കലർ ഫിലിം കോടിക്കണക്കിന് പ്രേക്ഷകരാണ് കണ്ടത്. 6 മഹാകവികൾ മൂക്കന്റെ ജീവിതത്തെ കീർത്തിച്ചുകൊണ്ട് മഹാകാവ്യങ്ങൾ പുറത്തിറക്കി.
മൂക്കന്റെ ജീവചരിത്രം എഴുതിക്കൊണ്ട് പല എഴുത്തുകാരും വളരെ പ്രശസ്തി നേടിയവരായി മാറുകയും ചെയ്തു. ഇപ്പോൾ മൂക്കന്റെ ആ വലിയ വീട് ഒരു അതിഥി മന്ദിരം കൂടെയാണ്. ആർക്കും എപ്പോൾ വന്നാലും അവിടെ ആഹാരം കാണും. വേണ്ടവർക്ക് ഒരു വലിപ്പൊടിയും കിട്ടും. ഒരു കാലത്ത് അദ്ദേഹത്തിന് 2 സെക്രട്ടറിമാരും ഉണ്ടായിരുന്നു. സുന്ദരികളായ എഡ്യൂക്കേറ്റഡായ 2 സ്ത്രീകൾ. 2 പേർക്കും മൂക്കനോട് വല്ലാത്ത പ്രേമമാണെന്നാണ് പറയുന്നത്. ഇവിടെ ബഷീർ പറയുന്നു, ഏത് മണ്ടനെയും എന്ത് കാണിക്കുന്നവന്മാരെയും പ്രേമിക്കാൻ സുന്ദരികൾ എപ്പോഴും ഉണ്ടാകുമല്ലോ എന്നാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, മൂക്കന്റെ കഥയാണ് ഇവിടെ പറയുന്നതെങ്കിലും ബഷീർ ശരിക്കും ഈ നോവലിലൂടെ ചെയ്തിരിക്കുന്നത് സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ ഹാസ്യാത്മകമായി വിവരിക്കുക എന്നതാണ്. അപ്പോൾ വീണ്ടും മൂക്കനിലേക്ക് വരാം. മൂക്കനെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ അവിടെയുണ്ട്. അയാൾ എന്ത് മണ്ടത്തരവും എന്ത് പൊട്ടത്തരവും വിളിച്ചു പറഞ്ഞാലും അത് വലിയ വാർത്തയാക്കാനും ആളുകളുണ്ട്. പൊക്കിൾ വരെ നീണ്ടു കിടക്കുന്ന അയാളുടെ ആ മൂക്ക് മഹത്വത്തിന്റെ പ്രതീകമാണെന്നാണ് ആൾക്കാർ പറഞ്ഞു നടക്കുന്നത്. ലോകത്തിലുണ്ടാകുന്ന പ്രധാന സംഭവങ്ങളെപ്പറ്റി മൂക്കൻ അഭിപ്രായം പറയും. പത്രക്കാർ അത് പ്രസിദ്ധപ്പെടുത്തും. ഏതൊരു വലിയ വാർത്തയെപ്പറ്റി പത്രത്തിൽ കൊടുത്താലും അതിൻ്റെ എല്ലാം അവസാനം അതേപ്പറ്റി മൂക്കൻ പറയുന്ന കമൻസും പത്രക്കാർ ചേർക്കാറുണ്ട്. ഇങ്ങനെ ഗോളാന്തര യാത്ര, പ്രപഞ്ചങ്ങളുടെ ഉൽപ്പത്തി, ഫോട്ടോഗ്രാഫി, ആത്മാക്കൾ, നോവലെഴുത്ത്, മരണാനന്തര ജീവിതം, പത്രപ്രവർത്തനം എന്ന് വേണ്ട എല്ലാറ്റിനെയും പറ്റി മൂക്കൻ അറിയാമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിലാണ് മൂക്കനെ പിടിച്ചു പറ്റാനുള്ള വലിയ ഗൂഢാലോചനകൾ നടക്കുന്നത്. അതായത് മൂക്കന്റെ ഓണർഷിപ്പ് അങ്ങ് നേടിയെടുക്കുക. ഇപ്പോൾ നിങ്ങളൊരു തരിശു ഭൂമിയിൽ ഒരുപാട് തെങ്ങ് തൈകൾ വെക്കുന്നു, വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു, വേലി കെട്ടുന്നു, അതിനുവേണ്ടി അധ്വാനിക്കുന്നു. ഇങ്ങനെ കാത്തിരുന്ന് ഒടുവിൽ അതെല്ലാം വളർന്ന് ധാരാളം തെങ്ങാക്കുലകൾ ഉണ്ടാകുന്നു. ഇങ്ങനെ പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു തെങ്ങിൻ തോപ്പ് ആ ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട്, നേടിയെടുക്കാനായിട്ട് ആരായാലും ആഗ്രഹിക്കുകയില്ലേ? ഇതുതന്നെയാണ് ഇവിടെ മനുഷ്യർ ചെയ്തത്. മൂക്കന്റെ ആ ഓണർഷിപ്പ് ഞങ്ങൾക്ക് വേണമെന്നുള്ള തോന്നൽ ഓരോരുത്തരിൽ ഉണ്ടാവാൻ തുടങ്ങി. ആദ്യമായി മൂക്കനെ പിടിച്ചുപറ്റാനുള്ള ശ്രമം നടത്തിയത് ഗവൺമെന്റ് തന്നെയാണ്. ഗവൺമെന്റ് മൂക്കന് നാസിക പ്രമുഖൻ എന്നൊരു ബഹുമതിയും അതോടൊപ്പം ഒരു മെഡലും സമ്മാനിച്ചു. പ്രസിഡന്റ് തന്നെയാണ് ആ സ്വർണ്ണ മെഡൽ മൂക്കന്റെ കഴുത്തിൽ അണിയിച്ചത്. എന്നിട്ട് ഹസ്തദാനം കൊടുക്കുന്നതിന് പകരം പ്രസിഡന്റ് മൂക്കന്റെ മൂക്കിൽ തൊടുകയാണ് ചെയ്തത്. ഈ ന്യൂസ് വളരെ കോളിളക്കം സൃഷ്ടിക്കുക തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും രാഷ്ട്രീയ പാർട്ടികൾ ഓരോരുത്തരായി ഉഷാറായി മുമ്പോട്ട് വന്നുകൊണ്ടിരുന്നു. മൂക്കനെ സഖാവ് മൂക്കനാക്കി. മൂക്കൻ പാർട്ടിയിൽ ചേരണമെന്നുള്ള ആവശ്യം വളരെ ശക്തം. ഏത് പാർട്ടിയിൽ ചേരും? പലതരം പാർട്ടികളുണ്ട്. എല്ലാവരും മൂക്കന്റെ പുറകെ. ഒരേ സമയത്ത് എല്ലാ പാർട്ടിയിലും ചേരാൻ മൂക്കന് കഴിയില്ലല്ലോ. മൂക്കൻ മറുപടി പറയുന്നു, ഞാൻ എന്തിനാ പാർട്ടിയിലൊക്കെ ചേരുന്നത്, എനിക്ക് കഴിയത്തില്ല. ഈ സമയത്ത് മൂക്കന്റെ കൂടെ മൂക്കന്റെ സെക്രട്ടറിമാരായ ആ 2 സുന്ദരികളുമുണ്ട്. ഇവർ 2 പേരും 2 വ്യത്യസ്ത പാർട്ടിയുടെ അംഗങ്ങളാണ്. ഇതിൽ ഒരു സുന്ദരി മൂക്കനോട് പറഞ്ഞു, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മൂക്കൻ എന്റെ പാർട്ടിയിൽ ചേരണമെന്ന്. ഇതേ കാര്യം മറ്റേ സുന്ദരിയും പറഞ്ഞു. അപ്പോൾ രണ്ടാമത് പറഞ്ഞ സുന്ദരിയുടെ പാർട്ടിക്കാർ മൂക്കൻ നമ്മുടെ പാർട്ടിയിൽ ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാനായി തുടങ്ങി. ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് അവർ മൂക്കനെ അവരുടെ പാർട്ടിയുടെ ഒരു അംഗമായി തന്നെ മാറ്റി. ഇത് കേൾക്കുമ്പോൾ മറ്റേ പാർട്ടി മിണ്ടാതിരിക്കുമോ? അവർ മൂക്കന്റെ സെക്രട്ടറിമാരായ സുന്ദരികളിൽ ആ ആദ്യമത്തെ ആളെ ഇരുത്തിക്കൊണ്ട് മൂക്കനെതിരെ ഒരു ഭയങ്കര പ്രസ്താവന ഇറക്കിവിട്ടു. മൂക്കൻ ജനങ്ങളെ പറ്റിക്കുകയാണെന്നും മൂക്കനൊരു പിന്തിരിപ്പൻ മൂരാച്ചിയാണെന്നും അയാളുടെ മൂക്ക് വെറും റബ്ബർ മൂക്കാണെന്നുമുള്ള വളരെ വലിയ ഒരു കുറ്റമാണ് മൂക്കനെതിരെ ആ സുന്ദരി ആരോപിച്ചത്. ഇത് കേട്ടപാടെ പത്രങ്ങളെല്ലാം വലിയ തലക്കെട്ടിലങ്ങ് എഴുതി തുടങ്ങി. മൂക്കന്റെ മൂക്ക് റബ്ബർ മൂക്കാണെന്നും മൂക്കൻ കള്ളനാണെന്നും വഞ്ചകനാണെന്നും ഒക്കെ എഴുതി തുടങ്ങി. ഇത് കേൾക്കുന്ന ജനങ്ങളും അടങ്ങിയിരിക്കില്ലല്ലോ. അവരും അവരുടെ അമർഷം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ആദ്യത്തെ ആ സെക്രട്ടറി അവളുടെ പാർട്ടിയോട് കൂടെ ചേർന്നിറക്കിയ ഈ പ്രസ്താവനയ്ക്ക് എതിരായിട്ട് രണ്ടാമത്തെ സെക്രട്ടറിയും അവളുടെ പാർട്ടിക്കാരും മുൻപോട്ട് വന്നു. അവൾ പറഞ്ഞു, ആദ്യത്തെ സെക്രട്ടറി പറഞ്ഞതെല്ലാം കളവാണ്. ഞങ്ങളുടെ സഖാവ് മൂക്കൻ ഒരു ചതിയനല്ല. അവളെ മൂക്കൻ പ്രേമിക്കാത്തതിന്റെ കുശുമ്പാണ് അവൾക്കെന്നും മൂക്കന്റെ പണവും പ്രശസ്തിയും പിടിച്ചുപറ്റാനാണ് അവൾ നോക്കിയതെന്നുമാണ് ഈ സെക്രട്ടറി പറയുന്നത്. അതോടൊപ്പം അവൾ പറയുന്നു, ഞാൻ സഖാവ് മൂക്കന്റെ വിശ്വസ്ത സെക്രട്ടറിയാണ്. എനിക്ക് അയാളെ നേരിട്ടറിയാം. ആ മൂക്ക് റബ്ബർ മൂക്കല്ല, എന്റെ ഹൃദയം പോലെ തന്നെ ഒറിജിനലാണ്.
അതോടൊപ്പം ഈ പാർട്ടിയും മൂക്കന്റെ കൂടെ നിൽക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് മൂക്കന് വേണ്ടിയിട്ട് മുദ്രാവാക്യം മുഴക്കാനും തുടങ്ങി. ഇപ്പോൾ എന്തു ചെയ്യും? ജനങ്ങൾക്കെല്ലാം ആകെ ആശയക്കുഴപ്പമായി. ഇപ്പോൾ ആദ്യം മൂക്കനെതിരെ പറഞ്ഞ ആ പാർട്ടിക്കാര് ഗവൺമെന്റിനെതിരെ ആരോപണങ്ങൾ ഇറക്കാനായി തുടങ്ങി. ഒരു മണ്ടന് ബഹുമാനങ്ങളും ബഹുമതികളും കൊടുത്ത ഗവൺമെന്റും മണ്ടന്മാരാണെന്നുള്ള രീതിയിൽ ഗവൺമെന്റിനെതിരെ ഓരോ ആരോപണങ്ങൾ അവർ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും രാജിവെക്കണമെന്നും മന്ത്രിസഭ രാജിവെക്കണമെന്നും റബ്ബർ മൂക്കനെ കൊല്ലണമെന്നും വരെ പറഞ്ഞു തുടങ്ങി. ഒടുവിൽ സഹികെട്ട ഗവൺമെന്റ് ആവട്ടെ മൂക്കന്റെ കൊട്ടാരത്തിലേക്ക് പട്ടാളത്തെ അയച്ച് മൂക്കനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പിന്നീട് കുറേ ദിവസത്തേക്ക് മൂക്കനെ സംബന്ധിച്ച ഒരു വാർത്തയുമില്ല. ജനങ്ങൾ മൂക്കനെ ഒരുവിധം അങ്ങ് മറന്നു തുടങ്ങി. എല്ലാം ശാന്തമായി. ഇങ്ങനെ ജനങ്ങൾ മൂക്കനെ മറന്നിരിക്കുന്ന സമയത്താണ് പ്രസിഡന്റിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. മാർച്ച് 9 നാസിക പ്രമുഖന്റെ പരസ്യ വിചാരണ ഉണ്ടാവുമെന്ന്. ഈ മൂക്ക് ഒറിജിനലാണോ അല്ലയോ എന്ന്. 48 രാജ്യങ്ങളിൽ നിന്നും റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് വരുന്ന ഡോക്ടർമാരായിരിക്കും മൂക്കനെ പരിശോധിക്കുന്നത്. ലോകത്തിലെ എല്ലാ പത്രങ്ങളിലെയും റിപ്പോർട്ടേഴ്സിനെയും വിളിച്ചിട്ടുണ്ട്. ഈ വിചാരണ ജനങ്ങൾക്കെല്ലാം ലൈവായി കാണാൻ കഴിയുമെന്നും ജനങ്ങളെല്ലാം ശാന്തരായിരിക്കണമെന്നും കൂടെ പ്രസിഡന്റ് പറയുന്നുണ്ട്. എന്നാൽ ഈ മണ്ടന്മാരായ ജനങ്ങൾ അടങ്ങിയിരിക്കുമോ? അവർ ശാന്തരായിരിക്കുമോ? അവർ തലസ്ഥാന നഗരിയിൽ തടിച്ചുകൂടി. ഹോട്ടലുകളെല്ലാം കയ്യേറി, പത്രങ്ങളുടെ ഓഫീസുകളൊക്കെ തകർത്തു, സിനിമാശാലകൾക്ക് തീവച്ചു, വാഹനങ്ങൾ തകർത്തു, എന്തിനേറെ പോലീസ് സ്റ്റേഷനും സർക്കാർ കെട്ടിടങ്ങളും വരെ നശിപ്പിച്ചു. വർഗീയ ലഹളകൾ കൂടിക്കൂടി വന്നപ്പോൾ ഈ മൂക്കന് വേണ്ടി നടന്ന സമരത്തിൽ അനേകം പേർ രക്തസാക്ഷികളായി മാറുകയും ചെയ്തു. അങ്ങനെ ആ പറഞ്ഞ മാർച്ച് 9 വന്നെത്തി. രാവിലെ 11 മണി ആയപ്പോൾ തന്നെ പ്രസിഡന്റിന്റെ മന്ദിരത്തിന്റെ ഫ്രണ്ടിൽ ജനങ്ങൾ തടിച്ചുകൂടി. ഡോക്ടേഴ്സ് ഓരോരുത്തരായി വന്ന് മൂക്കനെ പരിശോധിക്കാൻ ആരംഭിച്ചു. ആളുകൾ ഇവിടെ ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുകയാണ്. ഒരു മഹാ ഡോക്ടർ വന്നിട്ട് മൂക്കന്റെ മൂക്കിന്റെ തുമ്പങ്ങ് അടച്ചു. അപ്പോൾ മൂക്കൻ ശ്വാസമെടുക്കാനായി വായ തുറന്നു. അങ്ങനെയെങ്കിൽ ഈ മൂക്ക് ഒറിജിനൽ ആണല്ലോ. മറ്റൊരു മഹാനായ ഡോക്ടർ വന്നിട്ട് മൂക്കിന്റെ തുമ്പത്ത് മുട്ടുസൂചി കൊണ്ട് കുത്തി. അപ്പോൾ രക്തം പൊടിയാനായി തുടങ്ങി. ഇപ്പോഴും മനസ്സിലായല്ലോ ഈ മൂക്ക് ഒറിജിനൽ തന്നെയാണെന്ന്. അങ്ങനെ ഓരോ ഡോക്ടർമാരായി ഓരോ പരീക്ഷണങ്ങൾ നടത്തി ഒടുവിൽ അവരവരുടെ വിധി പറഞ്ഞു. ഈ മൂക്ക് റബ്ബർ അല്ല, ഒറിജിനൽ തന്നെയാണ്. മൂക്കനെ അനുകൂലിച്ചിരുന്ന ആ പാർട്ടി പ്രവർത്തകർ മൂക്കന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനായി തുടങ്ങി. ജനങ്ങളെല്ലാം മൂക്കന് വേണ്ടി ആർത്തിരമ്പുമ്പോൾ ഗവൺമെന്റ് വെറുതെ ഇരിക്കുന്നത് ശരിയാണോ? ഉടനെ പ്രസിഡന്റ് പുതിയൊരടവ് പ്രയോഗിച്ചു. മൂക്കശ്രീ എന്ന തകർപ്പൻ ബഹുമതിയോടെ പാർലമെന്റിലേക്ക് മൂക്കനെ നോമിനേറ്റ് ചെയ്തു. മൂക്കശ്രീ മൂക്കൻ MP. 2-3 യൂണിവേഴ്സിറ്റികൾ മൂക്കശ്രീ മൂക്കന് M.Liറ്റും D.Liറ്റും നൽകി ആദരിച്ചു. ഇവിടെ ബഷീർ പറയുന്നു, മണ്ടക്കൂട്ടമല്ലേ ഈ ജനം, തനി ബുദ്ധൂസുകൾ, ഈ മണ്ടക്കൂട്ടത്തെ ഭരിക്കുന്ന ഒരു സർക്കാരും. മൂക്കനെതിരായി സംസാരിച്ച ആ സെക്രട്ടറി സുന്ദരിയുടെ പാർട്ടിക്കാർ വീണ്ടും ഒരു ഐക്യ മുന്നണിയായി ചേർന്ന് എഴുതാൻ തുടങ്ങി. പ്രസിഡന്റ് രാജിവെക്കണം, പ്രധാനമന്ത്രി രാജിവെക്കണം, മന്ത്രിസഭയും രാജിവെക്കണം. ഇതൊക്കെ ജനവഞ്ചനയാണ്. ഈ പറഞ്ഞതുപോലെ മൂക്കന്റെ മൂക്ക് റബ്ബർ മൂക്ക് തന്നെയാണ്, ഒറിജിനൽ അല്ല എന്ന്. വിപ്ലവത്തിന്റെ ഒരു പോക്ക് നോക്കണേ. വീണ്ടും ആശയക്കുഴപ്പങ്ങൾ തുടങ്ങുന്നു. ഒരേ ഒരു സംഭവം, വിശ്വവിഖ്യാതമായ മൂക്ക്. ഈ കഥയിലൂടെ ബഷീർ സമൂഹത്തിലെ കപടതകളെയും പൊള്ളത്തരങ്ങളെയും തുറന്നു കാണിക്കുന്നുണ്ട്. മൂക്കനെ പോലെ എത്രയോ പേരാണ് ഈ ലോകത്തിൽ പ്രശസ്തിയെയും കൗതുകത്തെയും വിറ്റ് ജീവിക്കുന്നത്. പൊതുസമൂഹം തീർത്ത രാജസിംഹാസനത്തിൽ നിന്നും അപവാദങ്ങളുടെയും വിമർശനങ്ങളുടെയും പടുകുഴിയിലേക്ക് വീണു പോകുന്നവർ. ഇങ്ങനെയുള്ളവരുടെ ചെറിയ ചലനങ്ങളും തെറ്റുകളും സംഭാഷണങ്ങളും വരെ വിറ്റ് കാശാക്കുന്ന മാധ്യമങ്ങൾ. ഇന്നത്തെ സമൂഹത്തിൽ വളരെ പ്രസക്തമായ ശക്തമായ ഒരു ആക്ഷേപഹാസ്യം തന്നെയാണ് ബഷീർ എഴുതിയ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ഈ ചെറിയ കഥ. നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്ത് പറയുക. മറ്റൊരു നല്ല സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. Until then, bye from Spoken Volumes.